HIV പോസിറ്റീവായ അനുജനെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ സഹോദരി ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തി. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്നുള്ള മല്ലികാർജുൻ എന്ന 23-കാരനാണ് കൊല്ലപ്പെട്ടത്. സഹോദരി നിഷയും ഭർത്താവ് മഞ്ജുനാഥും ചേർന്നായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. നിഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ നിഷയുടെ ഭർത്താവിനെ പോലീസ് തിരയുകയാണ്. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മല്ലികാർജുൻ കുടുംബത്തെ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു. ജൂലൈ 23-ന് ഒരു സുഹൃത്തിൻ്റെ കാറിൽ ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് നിർത്തിയിട്ട ഒരു ട്രക്കുമായി വാഹനം കൂട്ടിയിടിച്ചത്. അപകടത്തിൽ മല്ലികാർജുന് ഗുരുതരമായി പരിക്കേറ്റു. ആദ്യം ചിത്രദുർഗയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പ്രത്യേക പരിചരണത്തിനായി ദാവൻഗരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നടത്തിയ രക്തപരിശോധനയിൽ മല്ലികാർജുൻ HIV പോസിറ്റീവാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര രക്തസ്രാവത്തെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ കുടുംബത്തോട് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ ജൂലൈ 25-ന് വൈകുന്നേരം മല്ലികാർജുനെ ഉടുപ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുകയാണെന്ന് നിഷ തൻ്റെ പിതാവിനെ അറിയിച്ചു. എന്നാൽ പിറ്റേ ദിവസം മല്ലികാർജുൻ്റെ മൃതദേഹവുമായിട്ടാണ് നിഷയും ഭർത്താവ് മഞ്ജുനാഥും വീട്ടിൽ തിരിച്ചെത്തിയത്. മകൻ്റെ കഴുത്തിൽ പാടുകൾ കണ്ടതോടെ പിതാവ് നാഗരാജപ്പയ്ക്ക് മകളെയും മരുമകനെയും സംശയമായി. ഇരുവരെയും ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. പ്രതികൾ കുറ്റം സമ്മതിച്ചതിന് പിന്നാലെയാണ് നിഷയ്ക്കും മഞ്ജുനാഥിനുമെതിരെ നാഗരാജപ്പ ഹോളാൽക്കരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. HIV ബാധിച്ച വിവരം പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുമെന്ന് ഭയന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നും സ്വത്തിനു വേണ്ടിയാണ് മകനെ കൊലപ്പെടുത്തിയതെന്നും പിതാവ് നാഗരാജപ്പ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.